ഒരു വർഷത്തെ അയ്യപ്പ പൂജ പൂർത്തീകരിച്ച് അരുൺകുമാർ നമ്പൂതിരി ഇന്ന് പടിയിറങ്ങുകയാണ്. പുറപ്പെടാൻ മേൽശാന്തിയായിരുന്ന അരുൺകുമാർ നമ്പൂതിരി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമസ്തേ, റാമി ശരണം. ഒരു വർഷത്തെ നിയോഗം പൂർത്തീകരിച്ച് പടിയിറങ്ങുകയാണ്. എന്താണ് ഈ അവസരത്തിൽ എന്താണ് മനസ്സിലൂടെ പോകുന്നത്? വളരെ വളരെ സന്തോഷമാണ്. നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള പുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പദം ലഭിച്ചത്. നമ്മുടെ ഗുരുനാഥന്മാരുടെയും ഭരദേവതയുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പദത്തിലെത്താൻ കഴിഞ്ഞത്. ഇതിൽ പരം ഒരു യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, നമുക്കിതിൽ പരം ഒരു ജന്മപുണ്യം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അതിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്. ഭഗവാനെ ഒരു വർഷം പൂജിക്കാൻ കിട്ടിയ അവസരം വളരെ 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 പുണ്യമായിട്ടാണ് കരുതുന്നത്. അപ്പം തന്നെയാണ് ഓരോ ഭക്തരും ഓരോരോ വിഷമങ്ങളിലൂടെയാണ് ഇവിടേക്ക് ഒരാശ്വാസത്തിന് ഭഗവാനെ കാണാനായി എത്തുന്നു, അവരെ അർപ്പിച്ച് മടങ്ങുന്നു. അങ്ങേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ ഈ ഒരു വർഷക്കാലം വന്നിട്ടുള്ള? ഇവിടെ ഒരു കുഞ്ഞ്, സംസാരിക്കാത്തൊരു കുഞ്ഞ് ഇവിടെ തൊഴാൻ വന്നായിരുന്നു. തമിഴ്നാട്ടുകാരാണ്. അവരിവിടെ വന്ന് ഇങ്ങനെ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഭഗവാനെ നിങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കൂ, നമ്മൾ ഭഗവാന് മൂടിയ ഭസ്മം കൊടുത്ത് അത് കുഞ്ഞിൻ്റെ നാവിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. മന്ത്രയന്ത്ര ഔഷധം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അന്നേരം നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ അതിൻ്റെ ചികിത്സയും കൂടെ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫലം കിട്ടും എന്ന് നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അത് അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. അവരതുപോലെ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഇവിടെ വന്നു. ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി എന്നൊരു അനുഭവം നമുക്ക് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനം ആദ്യമായി ഇവിടേക്ക് വന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് അത് അങ്ങേ കൈപിടിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് വരുന്ന മൂലമന്ത്രം ഉദ്ദേശിക്കുന്ന ആ ഒരു നിമിഷം ഇപ്പോൾ എങ്ങനെയാണ്? ആ ഒരു നിമിഷത്തെ ഒന്നുകൂടെ അത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തന്ത്രി അദ്ദേഹം നമ്മുടെ കൈപിടിച്ച് ശ്രീകോവിലിൽ കൊണ്ട് മന്ത്രം പറഞ്ഞു തരുമ്പോൾ നമ്മളൊരു വൈകുണ്ഠത്തിലാണോ കൈലാസത്തിലാണോ ഏത് ലോകത്തിലാണെന്നുള്ളൊരു ഒരു അതിശയം നമുക്ക് തോന്നും. ഭഗവാന്റെ ശ്രീലകം നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ. അന്നേരം നമുക്ക് അത്രത്തോളം ഒരു പരിപാവനമായ ആ ഭഗവാന്റെ സന്നിധി നമുക്ക് അത്തരം ഒരു എന്താണിതെന്ന് നമുക്ക് ഭയങ്കര അതിശയമായിരിക്കും. ആദ്യം ഒരു ഭയഭക്തിയോടുകൂടി ഭഗവാനെ കാണുന്നു, പിന്നീട് ഭഗവാന്റെ അടുത്തിരുന്ന് പൂജ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു, ഭഗവാനോട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു, സംവദിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഭഗവാനിൽ നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. ആദ്യം മുതൽ ഒരു ഭയത്തോടു കൂടി അടുത്തിട്ട് ഇപ്പോൾ അയ്യനെ ചേർത്ത് നിർത്തി അയ്യനൊപ്പം നിൽക്കുന്നത്, അതെങ്ങനെയാണ്? ഭയമൊന്നുമില്ല, ഭഗവാനോട് ഭയമില്ല. ഭഗവാനോട് സ്നേഹമാണ്, അനുകമ്പയാണ്. ഭഗവാൻ നമ്മളോട് അത്രയും ഒരു കൂട്ടുകാരനെ പോലെ നമ്മളോട് ഇടപഴകി. ഞാൻ കുട്ടിക്കാലത്ത് ആദ്യം പൂജിച്ചു തുടങ്ങിയ അയ്യപ്പസ്വാമിയാണ്. ആ ഒരു ബന്ധം തുടർന്ന് അന്നോട്ടേ ഉണ്ട്. അതുകൊണ്ട് അതിന് ഭയമൊന്നും നമുക്കില്ല, ബഹുമാനമാണ്. ഇപ്പം തന്നെയാണ് ഇപ്പം ഇവിടെ വന്ന് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരവസരം. അതെ 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 അത് നമുക്കത് അതെ കുറേ സമയമുള്ളു. നമുക്കത് വിഷമമുണ്ട്, ഭഗവാനെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട്. എന്നാലും നമുക്കൊരു കാലയളവുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതികളെല്ലാം അങ്ങനെയാണ്. ഏതൊരു വസ്തുവും ഒരു കാലം കഴിയുമ്പോൾ അത് മായണം എന്നുള്ളതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വർഷക്കാലം ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. ആ ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അന്നേരം നമ്മൾ പടി ഇറങ്ങിയാൽ അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം പരിപൂർണമായിട്ടുണ്ട്. അതുകൊണ്ടൊരു ദുഃഖമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് അടുത്ത പൂജാ കർമ്മത്തിലേക്ക് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് തന്നെ? ഞാൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്റ്റാഫാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലത്ത് അവർ ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന അമ്പലത്തിൽ ശാന്തിയേക്കും. തീർച്ചയായും. ഒപ്പം തന്നെയാണ് ശബരിമല അങ്ങ് വന്നതിന് ശേഷം ഒരു ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നു. അതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. എത്രത്തോളം എങ്ങനെയാണ് അതിനോടൊരു? നമ്മളതൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ഭഗവാനെ ജപിക്കുക. നമ്മൾ രാവിലെ കുളി കഴിഞ്ഞാൽ അവിടെ വിളക്ക് വെച്ച് ഭഗവാന്റെ അവിടെ പ്രാർത്ഥനയാണ് നമുക്ക് രാവിലെയും വൈകിട്ടും. നമ്മൾ മറ്റു വിഷയങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ഒരു വർഷം നമ്മൾ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരുപക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? നമ്മുടെ ഒരു വർഷക്കാലം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഒരു അവസരമാണ്. നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം വളരെ കുറച്ച് നമ്മുടെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. മറ്റ് ജോലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ജപത്തിനും തപത്തിനും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തപസ്സിനാണ് സമയം. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു കാലം നമുക്ക് വീണ്ടും കിട്ടില്ല. പുണ്യം നുകർന്ന ആ ഒരു വർഷക്കാലത്തെ ഓർമ്മകളും പേറിയാണ് അദ്ദേഹം ഇന്ന് 18-ാം പടിയിറങ്ങി
നാട്ടിലേക്ക് യാത്രയാകുന്നത്. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുകയാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.